1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ കുന്നുമലിൽ KNG റോഡിനരികിലെ മരം ഭീഷണിയായി. മുറിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രംഗത്ത്. സ്ഥലം എടവണ്ണ KSCB ഉദ്യോഗസ്ഥരും മഞ്ചേരി PWD ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. എടവണ്ണ നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ കുന്നുമലിലെ റോഡരികിലാണ് പടുകൂറ്റൻ ആൽമരം നിലം പതിക്കാറായി നിൽക്കുന്നത്. പുറമെ നിന്ന് കാണുന്നവർക്ക് നല്ല പച്ചയിൽ കാണാമെങ്കിലും മരത്തിന്റെ താഴ്വേര് മുതൽ ഉണങ്ങി ചിതലരിച്ച രൂപത്തിലാണുള്ളത്. മറ്റു വേരുകളും പൂർണ്ണമായും ഉണങ്ങി നശിച്ചിട്ടുണ്ട്. മാത്രമല്ല, മരത്തിന്റെ സമീപത്ത് തന്നെയാണ് കുന്നുമൽ പ്രദേശത്തുകാരുടെ വൈദ്യുതി ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നതും. മരം കടപുഴകി വീണാൽ ട്രാൻസ്ഫോമർ അടക്കം തകർന്നു പോകുന്ന രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരത്തിന്റെ പിന്നിൽ വലിയൊരു ഗുഹ പോലുള്ള ഹോളുണ്ട്. മുക്കാൽ ഭാഗവും പൊള്ളയാണ്. നേരത്തെ അപകടാവസ്ഥ അറിഞ്ഞ് ഇതിന്റെ പിൻഭാഗങ്ങളിലുള്ള കൊമ്പുകളും മറ്റും മുറിച്ചു മാറ്റിയിരുന്നു. കാലാവസ്ഥ കനത്തതോടെ കൂടുതൽ അപകടാവസ്ഥയിലായതിനാൽ പ്രദേശത്തുള്ളവരും നാട്ടുകാരും ഏറെ ഭീതിയിലാണ്. ഉടനടി തന്നെ മരം പൂർണ്ണമായും മുറിച്ചുമാറ്റി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ KSCBക്കൊക്കെ ഭീഷണിയാണ്. പുറമേ നോക്കുന്ന ആളുകൾക്ക് ഈ ആൽമരത്തിന് എന്തെങ്കിലും കേടുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ ബാക്ക് ഭാഗത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ട് പൊള്ളയായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള PWയുടെ കെട്ട് അത് ഇതിൻ്റെ വേര് ഇറങ്ങിയിട്ട് പൊളിയാറായ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ദുരവസ്ഥ എത്രയും പെട്ടെന്ന് അധികാരികൾ അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ആൽമരത്തിൻ്റെ അടിഭാഗം, അതായത് ഉള്ള് പൂർണ്ണമായിട്ടും പൊള്ളയായിട്ട് കിടക്കുകയാണ്. കാരണം ഈ ചുറ്റുവട്ടത്തുള്ള ഈ തോട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇത് ബാക്ക് സൈഡ് ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സമയത്ത് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള അപകടങ്ങൾ എടവണ്ണ പ്രദേശത്ത് തന്നെ നടന്നിട്ടുള്ളത് നമുക്ക് അനുഭവമാണ്. ഈ മരം വീണ് കഴിഞ്ഞാൽ ഇതിലെ 100 കണക്കിന് വാഹനങ്ങളും അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ, പിന്നെ അതുപോലെ KSCB ലൈന്, പിന്നെ ട്രാൻസ്ഫോമർ അടക്കം HT ലൈനൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ അപകട ഭീഷണിയായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മരം പൂർണ്ണമായിട്ട് മുറിച്ച് മാറ്റാനുള്ള നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പഞ്ചായത്ത് ട്രീ കമ്മിറ്റി ബന്ധപ്പെട്ട് അവരിതിനൊരു തീരുമാനം കണ്ടെത്തി പെട്ടെന്ന് തന്നെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ്. എടവണ്ണ KSCB സബ് എഞ്ചിനീയർ സുബ്രഹ്മണ്യൻ, PWD മഞ്ചേരി ഓഫീസർ പ്രദീപ് ടിയും സ്ഥലം സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തി. എടവണ്ണ KSCBയുടെ സെക്ഷന് കീഴിലുള്ള നമ്മുടെ HT ലൈന് അപകടമായി പോകുന്ന ഈ ആൽമരം KSCBയുടെ ട്രാൻസ്ഫോമറിനും ലൈനിനും ഭീഷണിയായ സ്ഥിതിക്ക് പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നത് അനിവാര്യമാണ്. നാട്ടുകാരെ പരാതി പ്രകാരമാണ് ഇവിടെ വന്നു നോക്കുന്നത്. അപ്പോൾ ഇത് ലൈനിന് ഭീഷണിയായിട്ടാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് അധികാരം മുറിച്ചു മാറ്റുന്നത് നാട്ടുകാർക്കും KSCBക്കും വളരെ ഗുണപ്രദമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സ്ഥലം സന്ദർശിച്ചപ്പം പാലിൻ്റെ വേര് PWD റോഡിൻ്റെ DR കെട്ടുമ്മൽ ലോഡായി നിൽക്കുകയാണ്. അപ്പോൾ DR കെട്ട് പൊളിയാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഉൾഭാഗം പൊത്തായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും ജനങ്ങളുടെ ആവശ്യം ഈ ആല് മുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തുകൂടെ പോകുന്ന KSCBയുടെ HT ലൈനിനുണ്ടാകുന്ന ഭീഷണി ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പം മരം പാടെ മുറിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അത് ട്രീ കമ്മിറ്റിയുടെ പരിശോധന നടന്ന് അന്തിമ തീരുമാനത്തിന് ശേഷമേ നടപടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള വേരുകളും മറ്റും മുറിച്ചിട്ടുണ്ട്. ഇനി അത് ട്രീ കമ്മിറ്റിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.